നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന അക്രമ സംഭവങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ അത്ര അതിശക്തമായ അക്രമങ്ങൾ നടക്കുന്നില്ല എങ്കിൽ കൂടി കൊലപാതകങ്ങളും മറ്റ് അനിഷ്ട സംഭവങ്ങളുമെല്ലാം ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു കാരണവശാലും അധികാരത്തിൽ നിന്നിറങ്ങില്ല എന്ന ഷാഢ്യത്തോടുകൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തോടു കൂടി മമത നിൽക്കുമ്പോൾ മമതയുടെ അനുയായികളും BJPയുടെ അനുയായികളും തമ്മിൽ പശ്ചിമ ബംഗാളിൽ സംഘർഷം തുടരുകയാണ്. അത് ഈ കേന്ദ്രസേനയുടെ സാന്നിധ്യം ഉണ്ടായിട്ട് കൂടി പലയിടങ്ങളിലും ഈ അക്രമ സംഭവങ്ങൾ തുടരുന്നു. അതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ടായത്. അത് മറ്റൊന്നുമല്ല, BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്ന് കരുതുന്ന അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് കരുതുന്ന സുവേന്ദു അധികാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു വ്യക്തിയുടെ കൊലപാതകം അത് ബംഗാളിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതായത് BJPയും അതുപോലെ തന്നെ തൃണമൂലും തമ്മിലുള്ള കൊമ്പുകോർക്കലിന് വീണ്ടും ഒരു വിഷയം അത് വന്നിരിക്കുന്നു. അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് സമാനമായ രീതിയിലാണ് ആ കൊലപാതകം നടന്നത്. BJP കേന്ദ്രങ്ങളെ പിടിച്ചുലച്ച ഒരു കൊലപാതകം തന്നെയായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ഇതൊരു പോസ്റ്റ് പോൾ വയലൻസ്, അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ, അക്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായതല്ല ഈ ഒരു കൊലപാതകം എന്നാണ് ഇപ്പോൾ BJP വിലയിരുത്തുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന വാഗ്വാദങ്ങൾ, വാദപ്രതിവാദങ്ങൾ, അവിടെയൊക്കെയാണ് ചില അനിഷ്ട സംഭവങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുന്നത്. അത് പിന്നീട് കലാപമായി മാറുകയൊക്കെ ചെയ്യാറുണ്ട്. പകരത്തിന് പകരം എന്ന രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോഴാണ് പോലീസിന് ഇത് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത്തരത്തിലൊരു സാഹചര്യമല്ല ഇപ്പോൾ ഈ കൊലപാതകത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത് എന്നാണ് BJPയും സുവേന്ദു അധികാരിയും എല്ലാം വ്യക്തമാക്കുന്നത്. കാരണം അത് വളരെ ആസൂത്രിതമായ കൊലപാതകമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ബംഗാൾ പോലീസും ഇങ്ങനെ ഒരു വിലയിരുത്തലാണ് നടത്തിയിട്ടുള്ളത്. അതായത് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് രാജ്നാഥ് റാത്താണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു. രാജ്നാഥ് റാത്ത് വലങ്കയായിരുന്നു സുവേന്ദു അധികാരിയുടെ എന്ന് തന്നെ പറയാം. സുവേന്ദു അധികാരിയുടെ രാഷ്ട്രീയമായ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിരുന്ന ബുദ്ധികേന്ദ്രമായിരുന്നു രാജ്നാഥ് ഈ കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് വെടിയേറ്റത്. ബൈക്കിലെത്തിയ 3 പേരാണ് വെടിയുതിർത്തത് എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന സൂചന. 4 വെടിയുണ്ടകൾ രാജ്നാഥിനെ ലക്ഷ്യമാക്കി വന്നിരുന്നു. ഇതിൽ 3 വെടിയുണ്ടകളും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേറ്റു. കാറിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു ഇങ്ങനെ വെടിയേറ്റത്. അക്രമികൾ ഈ രാജ്നാഥിനെ പിന്തുടർന്ന് ചെല്ലുകയും കാറിൻ്റെ വേഗം കുറഞ്ഞപ്പോൾ വെടി ഉതിർക്കുകയുമാണ് ചെയ്തത് എന്നാണ് പ്രാഥമികമായി പോലീസ് വിലയിരുത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. അതായത് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ രാജ്നാഥ് മരിച്ചിരുന്നു. അത്രമാത്രം അതിക്രൂരമായ ആക്രമണമാണ് നടന്നത്. ഈ 3 വെടിയുണ്ടകൾ അത് കൃത്യമായി തന്നെ ശരീരത്തിന് വലിയ രീതിയിൽ പരിക്കേൽക്കുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം തൽക്ഷണം മരിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു കൊലപാതകമാണ്. BJP കേന്ദ്രങ്ങളെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ മറ്റെല്ലാ രാഷ്ട്രീയ കാര്യങ്ങളിലും സുവേന്ദു അധികാരിയുടെ വലങ്കയായിരുന്ന ചന്ദ്രനാഥ് റാത്തിനെയാണ് അക്രമികൾ കൊലപ്പെടുത്തിയത്. വലിയ ഗൂഢാലോചന ഇതിനകത്തുണ്ടായിരുന്നു. മധ്യം ഗ്രാം എന്ന് പറയുന്ന കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇയാളെ കൊലപ്പെടുത്തുന്നത്. ഇതിന് പിന്നിൽ ആരാണ് എന്ന് കൃത്യമായി അന്വേഷിക്കണം എന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്നും വാടകയ്ക്ക് എടുത്ത കൊലയാളികൾ ആരാണ് എന്ന് കണ്ടെത്തണമെന്നുമൊക്കെയാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ ആവശ്യപ്പെടുന്നത്. സുവേന്ദു അധികാരിയുടെ സഹോദരൻ ആവശ്യപ്പെട്ടത് ഇക്കാര്യത്തിൽ CBI അന്വേഷണം വേണമെന്നാണ്. അതായത് ഈ കൊലപാതകത്തിന് പിന്നിൽ ഉന്നത ബന്ധങ്ങൾ ഉണ്ടാകാം എന്നൊരു സൂചന BJPക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഇക്കാര്യം വളരെ വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പിൽ നയിച്ച ഒരു നേതാവ്, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ വലിയ രീതിയിൽ മുന്നേറ്റത്തിന് ഒരുക്കുകയും ഏറ്റവും അവസാനം ഭരണം പിടിക്കാനും സഹായിച്ച സുവേന്ദു അധികാരി എന്ന നേതാവിൻ്റെ
വലം കൈയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. BJPയുടെ ഒരുക്കങ്ങളുടെ ബുദ്ധികേന്ദ്രം എന്ന് തന്നെ പറയാവുന്ന ഒരു വ്യക്തിയെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന BJP വലിയ ഞെട്ടലിൽ ഇപ്പോഴുള്ളത്. മാത്രമല്ല ഇത്തരം അക്രമ സംഭവങ്ങളെ BJP ശക്തമായി അപലപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ ഭരണമാറ്റമാണ് ബംഗാളിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സുവേന്ദു അധികാരിയെ നേരത്തെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും ലക്ഷ്യമിട്ടിരുന്നതാണ്. കാരണം സുവേന്ദു അധികാരി തൃണമൂൽ നേതാവായിരുന്നു. മമതാ ബാനർജിയുടെ വലങ്കയായിരുന്ന ഒരു നേതാവായിരുന്നു സുവേന്ദു അധികാരി. അദ്ദേഹം പിന്നീട് BJPയിലേക്ക് വരികയായിരുന്നു. BJP അദ്ദേഹത്തെ വളരെ വ്യക്തമായി തന്നെ സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിന് സംസ്ഥാന BJP അധ്യക്ഷൻ എന്ന പദവി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീടാണ് അദ്ദേഹം BJPയെ അധികാരത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ ആരംഭിച്ചതും ഇപ്പോൾ BJP വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിയിരിക്കുന്നതും. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ സുവേന്ദു അധികാരി നോട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ശത്രുക്കളുടെ ഇടയിൽ നോട്ടപ്പുള്ളിയായ ഒരു വ്യക്തിയായിരുന്നു. കാരണം നമുക്കറിയാം, സുവേന്ദു അധികാരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃണമൂൽ പാളയത്തിൽ നിന്നും BJPയിലെത്തി തൃണമൂലിനെ വെട്ടി BJP അധികാരത്തിലെത്തിച്ച ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ മമതാ ബാനർജിയുടെ വിശ്വസ്തനായിരുന്ന വ്യക്തിയാണ്. അതിനപ്പുറം ഇദ്ദേഹം തെരഞ്ഞെടുപ്പുകളിൽ മമതാ ബാനർജിയെ നേർക്കുനേർ നേരിടാനുള്ള ചങ്കൂറ്റം കാട്ടിയ നേതാവ് കൂടിയാണ്. ഇദ്ദേഹം നന്ദിഗ്രാമിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സുവേന്ദു അധികാരിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂർ ഉപേക്ഷിച്ച് മമതാ ബാനർജി നന്ദിഗ്രാമിൽ പോയി മത്സരിച്ചിരുന്നു. കാരണം എങ്ങനെയും സുവേന്ദു അധികാരിക്ക് തടയിടണം എന്ന ലക്ഷ്യമാണ് മമതയ്ക്കും തൃണമൂലിനും ഉണ്ടായിരുന്നത്. ആ സമയത്ത് 1000-ൽ പരം വോട്ടുകളുടെ നാണംകെട്ട പരാജയമാണ് പിന്നീട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദീദിക്കുണ്ടായത്. പക്ഷേ ഇത്തവണ സുവേന്ദു അധികാരിയാണ് ആ ചങ്കൂറ്റം കാണിച്ചത്. കഴിഞ്ഞ തവണ തൻ്റെ തോൽവി ഉറപ്പാക്കാൻ ചാടിപ്പുറപ്പെട്ട മമതാ ബാനർജിയെ ഇത്തവണ അവരുടെ വീട്ടിലെത്തി നേരിടുക, അതായത് അവരുടെ വീട് എന്നുദ്ദേശിക്കുന്നത് അവരുടെ നിയോജക മണ്ഡലം. കഴിഞ്ഞ ദിവസം അമിത്ഷാ അടക്കം പറഞ്ഞ ഒരു കാര്യമാണ്, മമതയുടെ നിയോജക മണ്ഡലത്തിലെത്തി അവിടെ മമതാ ബാനർജിയെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞത് ഞാനാണ് എന്നാണ്. അങ്ങനെ ഭവാനിപ്പൂരിലേക്ക് സുവേന്ദു അധികാരി ഇത്തവണ വരുന്നു. കഴിഞ്ഞ തവണ മമതാ ബാനർജി നന്ദിഗ്രാമിലേക്കാണ് പോയതെങ്കിൽ ഇത്തവണ മമതാ ബാനർജിയെ തേടി സുവേന്ദു അധികാരി ഭവാനിപ്പൂരിലെത്തുകയാണ് ചെയ്തത്. പക്ഷേ ഉറച്ച മണ്ഡലമായ ഭവാനിപ്പൂർ അവിടെ തൃണമൂൽ കോൺഗ്രസിന് നഷ്ടപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. ഏതാണ്ട് 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മമതാ ബാനർജിയെ സുവേന്ദു അധികാരി തറ പറ്റിച്ചത്. ഈ ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രചരണത്തിൽ കനത്ത സംഘർഷം തന്നെ അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രവർത്തകർ പലതവണ ഏറ്റുമുട്ടലിൻ്റെ വക്കിലെത്തി. സുവേന്ദു അധികാരി പങ്കെടുക്കുന്ന റാലികളിൽ കൃത്യമായി ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും എത്തി തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഭവാനിപ്പൂർ മണ്ഡലത്തിൽ പ്രചരണത്തിനിറങ്ങുന്നത് തടയാൻ ശ്രമിക്കുന്നു. മാത്രമല്ല വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഇവർ രണ്ടുപേരും എത്തിയപ്പോഴും വലിയ രീതിയിലുള്ള സംഘർഷം ഉടലെടുത്തു. അതിനു മുമ്പ് പോളിംഗ് ദിവസത്തിൽ രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ ബൂത്തിലെത്തിയാണ് വോട്ട് ചെയ്തത്. ആ സമയത്ത് വലിയ രീതിയിലുള്ള ജനക്കൂട്ടവുമായി മമതാ ബാനർജി പോളിംഗ് സ്റ്റേഷനിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ഇതപ്പോൾ തന്നെ സുവേന്ദു അധികാരി ചോദ്യം ചെയ്യുന്നു. അതൊരു സംഘർഷത്തിലേക്ക് കലാശിക്കുന്നു. അതിനുശേഷം പിന്നീട് മമതാ ബാനർജി ഒരു സ്വപ്നം കണ്ട് ഉണരുന്നു. അതായത് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളിൽ തുറന്ന് ഇലക്ഷൻ കമ്മീഷൻ കയറി അതിനകത്ത് അട്ടിമറി നടത്തുന്നു എന്ന് തോന്നലുണ്ടാകുന്നു. അങ്ങനെ പാതിരാത്രിക്ക് ഈ സ്ട്രോങ് റൂമുകൾ ഇരിക്കുന്ന റൂമിലേക്ക് മമതാ ബാനർജി എത്തുന്നു. ഇതറിഞ്ഞയുടൻ തന്നെ സുവേന്ദു അധികാരിയുടെ ടീം എത്തുന്നു. അതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത്, ഇങ്ങനെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നീക്കങ്ങളെ എല്ലാം തടയിട്ടത് ഈ പറയുന്ന ചന്ദ്രനാഥ് റാത്ത് ആണ് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തെയാണ് ലക്ഷ്യം വയ്ക്കാൻ TMC ശ്രമിച്ചിരുന്നത്. അതിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ് TMC എന്ന് പറയാം. കാരണം TMC ആണ് ഈ കൊലപാതകത്തിന് പിന്നിലെങ്കിൽ TMC അതിൽ വിജയിച്ചിരിക്കുന്നു. കാരണം ചന്ദ്രനാഥ് റാത്ത് എന്ന് പറയുന്ന സുവേന്ദുവിൻ്റെ വലം കൈയെയാണ് TMC ഇല്ലാതാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP ഇതുവരെ തൃണമൂൽ കോൺഗ്രസിൻ്റെ വഴിവിട്ട ഒരു നീക്കത്തെയും അനുകൂലിച്ചിട്ടില്ല. ഇതിനൊന്നും എതിർക്കാതിരുന്നിട്ടില്ല. വളരെ കൃത്യമായി തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നീക്കങ്ങൾക്ക് തടയിട്ടുകൊണ്ടാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അന്യായം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊലപാതകം അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് ശക്തമായ പ്രതിരോധം BJPയുടെ ഭാഗത്ത്
ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തീർച്ചയാണ്. എന്തായാലും സുവേന്ദു അധികാരിയും കുടുംബവും ഇപ്പോൾ CBI അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അമിത്ഷാ ആയിരിക്കുമോ, അല്ലെങ്കിൽ സംസ്ഥാനം ഭരണം അതുകൊണ്ട് തന്നെ BJP-യിലായതുകൊണ്ട് തന്നെ CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ അഭ്യർത്ഥന നൽകുമായിരിക്കാം. അങ്ങനെയാണ് എങ്കിൽ ഇനി CBI സംഘമായിരിക്കും ചന്ദ്രനാഥ് റാത്തിന്റെ കൊലപാതകം അന്വേഷിക്കാനായി രംഗത്ത് വരിക.